മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. അടുത്ത കാലത്ത് പാലക്കാട് ജില്ലയിലെ അതിലെ വിവിധ ഭാഗങ്ങളിൽ, തൃശ്ശൂർ ജില്ലയിലെ ചില ഭാഗങ്ങളിൽ, എറണാകുളത്തെ പല ഭാഗങ്ങളിൽ പ്രഭാഷണത്തിന് പോവുകയുണ്ടായി. അത് സ്ഥിരമായിട്ട് പോകുന്ന യാത്രയുടെ ഭാഗമായിട്ട് അമ്പലത്തിലേക്ക് പ്രഭാഷണത്തിന് പോകുമ്പോൾ തന്നെ ക്ഷേത്ര ഭാരവാഹികൾ മുമ്പിൽ വരാറുണ്ട്. അവരോട് ഞാൻ ആദ്യം ചോദിക്കാറുള്ളത്, ഈ ക്ഷേത്രം ആരുടെയാണ്? ഏതാണ്ട് ഈ അടുത്ത കാലത്ത് പോയ എല്ലാ ക്ഷേത്രങ്ങളും, ഒരു 2-3 ക്ഷേത്രങ്ങൾ മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ളതുണ്ടായിരുന്നു എങ്കിലും ബാക്കിയെല്ലാം ഏതൊക്കെയോ കുടുംബത്തിൻ്റെയും വ്യക്തിയുടെയും അല്ലെങ്കിൽ വ്യക്തികളുടെയും ക്ഷേത്രങ്ങളായിരുന്നു. അടുത്ത കർത്താവിൻ്റെ ക്ഷേത്രമാണ്, ആ നമ്പൂതിരിയുടെ ക്ഷേത്രമാണ്, ഇന്ന ഇല്ലത്തെ ക്ഷേത്രമാണ്, ഇത് ഇവിടുത്തെ പാലക്കൽ രാജവംശത്തിൻ്റെ ക്ഷേത്രമാണ്. അങ്ങനെ ധാരാളം ക്ഷേത്രങ്ങളെക്കുറിച്ച് അടുത്ത കാലത്ത് പോയ മിക്കവാറും 90% ക്ഷേത്രങ്ങളും ഏതൊക്കെയോ വ്യക്തിയുടെയോ കുടുംബത്തിൻ്റെയോ രാജവംശത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു തറവാടിൻ്റെയോ ക്ഷേത്രങ്ങളായിരുന്നു. അത് ജനങ്ങൾക്ക് വിട്ടുകൊടുത്തു. ജനങ്ങൾക്ക് വിട്ടുകൊടുത്തപ്പോൾ അത് ക്ഷേത്ര ഭാരവാഹികളെ ഏറ്റെടുത്തു. ആ ക്ഷേത്രം ഭരിക്കാനായിട്ട് മുമ്പോട്ട് വന്ന ആത്മാർത്ഥതയോടുകൂടി ഉള്ള വ്യക്തികൾ ധാരാളം മാർക്സിസ്റ്റ് പാർട്ടിക്കാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, BJPക്കാരുണ്ട്. ഏതെല്ലാം രാഷ്ട്രീയ വീക്ഷണങ്ങളുള്ളവരുണ്ടോ അതെല്ലാം അവിടെ കണ്ടു. ഇതവർ പറയുകയും ചെയ്തു, ഞങ്ങളുടെ രാഷ്ട്രീയ വീക്ഷണം ഇതാണെങ്കിലും ഈ ക്ഷേത്രം നിരന്തരം പുരോഗതിയിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളത് ഞങ്ങളുടെ ആഗ്രഹമാണ്. ഇതിനെക്കുറിച്ച് ഒരു ശരിക്കും പറഞ്ഞാൽ വാചാലമായിട്ട് സംസാരിക്കേണ്ടായി. ഞാൻ വെറുതെ ചോദിച്ചു, ഈ ക്ഷേത്രം നിങ്ങൾക്ക് തന്ന വ്യക്തികൾ അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ? ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല സാറേ. ചില കാര്യങ്ങൾക്ക് നമ്മൾ അവരെ വിളിക്കും, അവർ സന്തോഷത്തോടുകൂടി വരും, അവർക്ക് കൊടുക്കേണ്ട ബഹുമാനവും സ്നേഹവും എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതിലെ ഈ ക്ഷേത്രത്തിലെ എല്ലാ കാര്യങ്ങളിലും അവർ രക്ഷാധികാരിയെ പോലെ അവരുണ്ടാവാറുമുണ്ട്. അവരും സന്തുഷ്ടരാണ്, ഇവരും സന്തുഷ്ടരാണ്. വിളക്ക് കത്തിക്കലും പൂജയും ഒന്നുമില്ലാതിരുന്ന ക്ഷേത്രങ്ങളെല്ലാം വളരെ പെട്ടെന്ന് 1 വർഷം, 1.5 വർഷം, 2 വർഷം കൊണ്ട് നവീകരിക്കപ്പെട്ട് വളരെ നന്നാവുന്നു. കുറേ സ്ഥലത്ത് യുവാക്കൾ മാത്രമാണ് അതിൻ്റെ ചാർജ്, കുറേ സ്ഥലത്ത് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും ഉണ്ട്. ഇതെല്ലാം നോക്കിയപ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയത്, യഥാർത്ഥത്തിൽ ഹൈന്ദവ ജനത ക്ഷേത്രം ഏറ്റെടുത്തപ്പോൾ അത് വളരെ നന്നായിട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് 1-2 ക്ഷേത്രങ്ങളിൽ പോവുകയുണ്ടായി. അനവധി ക്ഷേത്രങ്ങളിൽ പോയതിൽ 1-2 ക്ഷേത്രങ്ങളിൽ ഒരു പ്രത്യേകത കേൾക്കുകയുണ്ടായി. എൻ്റെ കുടുംബത്തിൽ 7 ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു സാറേ. അതിൽ 3 ക്ഷേത്രങ്ങൾ പൊതുജനത്തിന് വിട്ടുകൊടുത്തു, 4 ക്ഷേത്രങ്ങൾ ദേവസ്വം ബോർഡിന് എഴുതി കൊടുത്തു. 4 ക്ഷേത്രങ്ങൾ ദേവസ്വം ബോർഡിന് എഴുതി കൊടുത്തു, 3 പൊതുജനങ്ങൾക്ക് വിട്ടുകൊടുത്തു എന്ന് പറഞ്ഞു. പലപ്പോഴും എല്ലാ ക്ഷേത്രങ്ങളും നടവരവും ഇൻകമും അനുസരിച്ച് ദേവസ്വം ബോർഡ് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, പലപ്പോഴും എടുത്തിട്ടുമുണ്ട്. പലപ്പോഴും ചില ക്ഷേത്രങ്ങൾ ദേവസ്വം ബോർഡിന് എഴുതി കൊടുക്കുന്നത് കൊണ്ടാണ് അവരെടുക്കുന്നത് കൂടി. അപ്പോൾ ശരിക്ക് ഹിന്ദുക്കൾ തന്നെ ക്ഷേത്രങ്ങൾ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ പൊതുജനങ്ങളുടെ മുമ്പിൽ സഹകരണത്തോടു കൂടി ഇറങ്ങി പുറപ്പെട്ട ഏത് കാര്യത്തിനും പൊതുജനങ്ങൾ നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട്. പോകുന്ന സ്ഥലങ്ങളിൽ ഭാരവാഹികളോട് ചോദിക്കാറുണ്ട്, നിങ്ങളുടേതായിട്ടുള്ള പുതിയ പ്രോജക്റ്റുകൾ എന്തെങ്കിലും ഉണ്ടോ, അമ്പലത്തിൻ്റെ വികസനത്തിന് എന്തെങ്കിലും ചെയ്യാറുണ്ടോ, ചെയ്യേണ്ടതായിട്ട് ഞാൻ പറയേണ്ടതുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയാറുണ്ട്, നടപ്പന്തൽ വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം, കുറേ കാര്യങ്ങൾ ഞങ്ങളുടെ മുമ്പിലുണ്ട്, ഇതൊക്കെ ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ പ്രഭാഷണത്തിൽ പറയാറുണ്ട്, ഗുരുവായൂർ അമ്പലത്തിലേക്കും ശബരിമലയിലേക്കും ചോറ്റാനിക്കരയിലെല്ലാം നിങ്ങളെല്ലാവരും പോകണം, തൊഴണം, പ്രസാദം വാങ്ങിക്കണം.
20 രൂപയിൽ കൂടുതൽ അവിടെ ഭണ്ഡാരത്തിലിടരുത്. കുറച്ച് പ്രസാദം പൈസ കൊടുത്ത് വാങ്ങിക്കുന്നതിൽ കൂടുതൽ വാങ്ങിക്കരുത്. ബാക്കി നിങ്ങളുടെ പൈസ മുഴുവനും ഈ അമ്പലത്തിൽ നിങ്ങൾ ഇടണം. ഈ അമ്പലം വളരട്ടെ, ഉയരട്ടെ, ഉണരട്ടെ. എല്ലാ വിഭാഗക്കാരെയും, ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ഉൾപ്പെടെ അമ്പലത്തിലേക്ക് പ്രവേശിപ്പിക്കണം. കാരണം ഹിന്ദുക്കൾ മുസ്ലിം പള്ളിയിലേക്കും ക്രിസ്ത്യൻ പള്ളിയിലേക്കും പോവുകയാണെങ്കിൽ അവർ 2 കൈ നീട്ടി സ്വീകരിക്കാൻ തയ്യാറാണ്. അത് വലിയ വാർത്തയായിട്ട് കൊടുക്കാൻ തയ്യാറാണ്. അവർ നമ്മുടെ ഇവിടേക്ക് വരുമ്പോൾ അവരെയും നമ്മൾ സ്വീകരിക്കണ്ടേ? അവരുടെ സഹകരണം വാങ്ങിക്കണം, തന്നില്ലെങ്കിൽ വേണ്ട. പക്ഷെ അവരുടെയും കൂടി സഹകരണത്തോടു കൂടി നമ്മുടെ ക്ഷേത്രങ്ങൾ പൂർണ്ണമായിട്ടും വികസിപ്പിക്കാനും നമ്മുടെ ക്ഷേത്രങ്ങൾ നല്ല ഒരു ഗ്രാമത്തിൻ്റെ തലസ്ഥാനമാക്കി മാറ്റാനും ഹിന്ദു ധർമ്മത്തിലേക്ക് വരാൻ തയ്യാറായിട്ടുള്ള ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ഒരു ചടങ്ങും ആവശ്യമില്ലാത്ത ആചാരങ്ങളുമില്ലാതെ അവരെല്ലാം ഹിന്ദുക്കളായിരുന്നവരാണ്. അവരുടെ മനസ്സിൽ മാറ്റം വന്നതാണ്. ആ മനസ്സിൽ തന്നെ മാറ്റം വരുമ്പോൾ അവർ തിരിച്ചു വരണമെന്ന് തോന്നുകയാണെങ്കിൽ അവിടെ ശുദ്ധികലശമോ പുണ്യാഹമോ അങ്ങനെയുള്ളതൊന്നും നടത്തേണ്ട ആവശ്യമില്ല. അവരുടെ ധർമ്മത്തിലേക്ക് തിരിച്ചു വരുന്നു. അവനവൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് പോലെ, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയവർ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന പോലെ ഈ ക്ഷേത്രങ്ങളിലെല്ലാം തിരിച്ചു വരാൻ താല്പര്യമുള്ളവരെ കൊണ്ടുവരാൻ സാധിക്കണം. ഇപ്പം കമ്മ്യൂണിസ്റ്റുകാരും യുക്തിവാദികളും ആദ്യം നമ്മുടെ ധർമ്മത്തിൽ യാതൊരു വിശ്വാസവും ഇല്ലാത്തവരും എതിർക്കുന്നവരും പുച്ഛിക്കുന്നവരും അവഹേളിക്കുന്നവരുമാണെങ്കിലും അവർക്ക് തിരിച്ചു വരാൻ താല്പര്യമുണ്ടെങ്കിൽ അവരെ വരുത്തുന്നുണ്ടല്ലോ, നമ്മൾ സ്വീകരിക്കുന്നുണ്ടല്ലോ. അതേപോലെ തന്നെ മറ്റേ ഏത് മതങ്ങളിലേക്ക് പോയവരായാലും ശരി, അവർ തിരിച്ചു വരുമ്പോൾ അവരെ കൊണ്ടുവരാനുള്ള കേന്ദ്രവും കൂടിയാക്കി ഓരോ അമ്പലവും മാറ്റണം. ഓരോ അമ്പലവും ആ രീതിയിൽ മാറ്റണം. ഹിന്ദു എന്ന് പറയുന്നത് ഒരു മതമല്ല. ഞാൻ ഹിന്ദു ആണെന്ന് പറഞ്ഞാൽ ഹിന്ദു ആണ്. ഇനി അതിന് പ്രൂഫൊന്നും ആവശ്യമില്ല. ഞാൻ ഹിന്ദു ആണ്, ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ ഹിന്ദു ആണെന്ന് പറയുന്നതിൽ എന്താ കുഴപ്പമുള്ളത്? നമ്മൾ ഹിന്ദുവായി തന്നെ ജീവിക്കുന്നു. ഇനി അഥവാ ഏതെങ്കിലും വിധത്തിൽ ആവശ്യമുണ്ടെങ്കിൽ ഏത് അമ്പലത്തിലേക്കാണോ പോകുന്നത് ആ അമ്പലത്തിൽ ഒരു സർട്ടിഫിക്കറ്റ് മതി, ധാരാളം മതി. വല്ല സ്ഥലത്തും ആവശ്യമുണ്ടെങ്കിൽ റിസർവേഷനും ജോലിക്കും വിദ്യാഭ്യാസത്തിനുമുള്ള റിസർവേഷനെ കുറിച്ചിട്ടല്ല ഞാൻ പറഞ്ഞത്. ഒരു ഹിന്ദു എന്നുള്ള രീതിയിൽ ജീവിക്കുമ്പോൾ ആ അമ്പലത്തിലെ സർട്ടിഫിക്കറ്റ് ധാരാളം മതിയാവും. അപ്പോൾ നമ്മുടെ അമ്പലങ്ങൾ മുഴുവനും ഹിന്ദുക്കളുടെ കയ്യിലേക്ക് വരികയും അത് നല്ല രീതിയിൽ വികസിക്കുകയും ഓരോ ഗ്രാമത്തിൻ്റെയും ഐശ്വര്യത്തിന് കാരണമാവുകയും നമ്മളുടെ ധർമ്മം വിട്ടുപോയവർക്ക് തിരിച്ചു വരാനുള്ള കേന്ദ്രമാവുകയും എങ്ങനെയാണോ മദ്രസയും അല്ലെങ്കിൽ മുസ്ലിം പള്ളികളും ക്രിസ്ത്യൻ പള്ളികളും ഹിന്ദുവിൽ നിന്ന് അങ്ങോട്ട് ആൾക്കാരെ സ്വീകരിക്കുമ്പോൾ അവിടെ എഴുതി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ആവശ്യം വരുമ്പോൾ അതേപോലെ നമ്മളുടെ ധർമ്മത്തിലേക്ക് കൊണ്ടുവരാനുള്ള കേന്ദ്രവുമാക്കി മാറ്റണം. അതിന് അഭിപ്രായ വ്യത്യാസങ്ങളുള്ളവരുണ്ടാവാം, അതൊക്കെ അതിൻ്റെ ആവശ്യമാണ്, അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഹിന്ദുവായിട്ട് ജീവിക്കണമെന്ന് പറഞ്ഞു വരുമ്പോൾ ഈ ക്ഷേത്രങ്ങളായിരിക്കണം ഹിന്ദുധർമ്മത്തിൻ്റെ സംരക്ഷണം. ആ പ്രദേശത്തുള്ള ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും നമ്മുടെ പൈതൃകം പഠിച്ച് നേരത്തെ പുറത്തുനിന്ന് പഠിച്ചവരുണ്ടെങ്കിൽ അവർക്ക്, അകത്തുനിന്ന് പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അങ്ങനെ കുറേശ്ശെ ചെറിയ ചെറിയ കാര്യങ്ങളെ പഠിപ്പിക്കാവും. നീട്ടി വലിച്ച് ഭഗവത്ഗീത മുഴുവനും പഠിപ്പിക്കുകയോ വേദവും രാമായണം മുഴുവൻ പഠിപ്പിക്കുകയോ ചെയ്യുന്നതിന് പകരം ചെറിയ ചെറിയ കാര്യങ്ങൾ പഠിപ്പിച്ച് ധന്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന മൈക്രോ യൂണിവേഴ്സിറ്റി കൂടിയാക്കി മാറ്റണം നമ്മുടെ ഓരോ ക്ഷേത്രങ്ങൾ. അപ്പോൾ വ്യക്തികളിൽ നിന്നും തറവാടുകളിൽ നിന്നും ചില കുടുംബങ്ങളിൽ നിന്നും ക്ഷേത്രങ്ങൾ ശരിക്കും സംഘടനകളിലേക്കും പൊതുജനങ്ങളിലേക്കും വരുന്ന കാഴ്ച കാണാൻ സാധിക്കും. നമുക്ക് നന്മ നിറഞ്ഞ രീതിയിൽ അത് മുമ്പോട്ട് പോകണം. പ്രണാമം, നമസ്കാരം.